ഒരു മൊബൈൽ കാർ വാഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തന്നെ ഒന്ന് ഇത് കേട്ടോളൂ കേട്ടോ. ചിലപ്പോൾ ഇത് കേട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും. ഇന്ത്യയിൽ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് കാർ വാഷ് ബിസിനസ്. കാരണം ഇന്ത്യയിൽ ഇപ്പൊ തന്നെ 30 മില്യണിലധികം കാറുകളുണ്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞ കൊല്ലം മാരുതി സ്വിഫ്റ്റ് കാറ് 15 ലക്ഷം യൂണിറ്റ് കാറുകളാണ് ഇന്ത്യയിൽ വിറ്റഴിച്ചത്. പിന്നെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും എപ്പോഴും കാർ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷെ അത് സ്വന്തം എഫേർട്ട് ഇട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ കാർ വാഷ് സെന്ററുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അത് മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. പെർ ഡേ നമുക്ക് ഒരു കാർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 600 രൂപ കിട്ടും. അതാണ് ഒരു 600 രൂപയ്ക്ക് താഴെ പോവില്ല, അതിന് മുകളിൽ പോയാലുള്ളൂ. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഒരു ദിവസം നമുക്ക് 6 to 7 ഓർഡേഴ്സ് വരാണെങ്കിൽ ഒരു 4000 രൂപയുടെ മുകളിൽ കണ്ട് നമുക്ക് ഒരു ദിവസം വരുമാനം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു മാസം ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ വരുമാനം ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മോർ ദാൻ 25 ലാക്സ് എങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പെക്സ കാർ വാഷിന് എടുക്കാം. അവരുടെ കാർ വാഷും വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഫോക്കോ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ഫോക്കോ മോഡൽ വേണം നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 7 ലാക്ക് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോക്കോ മോഡൽ കാർ വാഷ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ഐഡിയകളും പിന്നെ ഇതിന്റെ മാർക്കറ്റിങ്ങും നമ്മൾ ചെയ്യേണ്ടത് ഡിജിറ്റൽ ആയിട്ടാണ് ആളുകളിലേക്ക് എത്തിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂണീക്ക് ആയിട്ടുള്ള ഐഡിയകളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.